രാഹുൽ എന്ന പയ്യൻ ജോലി അന്വേഷിച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ ജോലി കിട്ടി. അതേ കമ്പനിയുടെ മാനേജർ ജാനകി എന്ന പെണ്ണായിരുന്നു. അവൻ കമ്പനിയുടെ ജോലിയുടെ എല്ലാ ഡീറ്റെയിൽസും അവൾക്കൊപ്പിക്കുന്ന ജോലിയായിരുന്നു അവനിക്ക്. ഇങ്ങനെ അവർ സംസാരത്തിൽ തുടർന്ന് അവസാനം മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ക്ലോസായി. അങ്ങനെ അവനിക്ക് അവളുടെ മേൽ ലവ് ഫീൽ ആയി. അതിനെ രാഹുൽ തൻ്റെ സ്നേഹിതരോടൊപ്പം ഷെയർ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാഹുലും അവൻ്റെ സഹോദരരും പ്രപ്പോസ് ചെയ്യുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അങ്ങനെ രാഹുൽ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വന്നപ്പോൾ അവൾ വന്നില്ല. വൈകുന്നേരമായാലും അവൾ വന്നില്ല. അവസാനം ഫോൺ ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. പിന്നീട് മാനേജർ ചെയറിൻ്റെ അടുത്തു പോയി നോക്കിയപ്പോൾ അവിടെ വേറൊരാൾ വന്നിരിക്കുന്നു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ ഇന്നലെ തന്നെ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് കേട്ട രാഹുൽ ഷോക്ക് ആയിപ്പോയി. അവസാനം രാഹുൽ ജാനകി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി. അഡ്രസ്സ് ഹൈദരാബാദിലായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹൈദരാബാദിൽ ഇറങ്ങി. ഹൈദരാബാദിൽ എവിടെ എന്ന് അന്വേഷിക്കുന്നത് അവസാനം അലഞ്ഞ് ഒരു മിനിസ്റ്ററിൻ്റെ വീട്ടിൽ ജോലിയിൽ ജോയിനായി. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ജാനകി കൺമുന്നിൽ പോയ പോലെ തോന്നി. അവൻ കണ്ണിനെ ശരിയായി തോർത്തി നോക്കി. പക്ഷേ അത് അവൾ തന്നെയായിരുന്നു. അവനിക്ക് നല്ലോണം സന്തോഷമായി. അവൾക്കും ഷോക്കായി. ആ ജോലിക്കാരും സെക്യൂരിറ്റി ഗാർഡ് അവനെ തന്നെ നോക്കി നിന്നു. ജാനകി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോയി. പിറ്റേ ദിവസം ആരും കാണാതെ രാഹുലിനെ മീറ്റായി. അവൾക്ക് എൻഗേജ്മെന്റ് ആയ എല്ലാ കാര്യവും അവനോട് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ കല്യാണ ദിവസം അടുത്ത് വന്ന്. അപ്പോൾ അവൾക്ക് രാഹുൽ തന്നെ സ്നേഹിക്കുന്നു എന്ന വിഷയം അറിയുന്നു. അവൾക്ക് എന്ത് പറയണം എന്ന് അറിയാതെ രാഹുലിനോട് നീ ഇവിടെന്ന് പോ, ഇല്ലെങ്കിൽ എൻ്റെ ഉപ്പ ആങ്ങളമാർ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അവളുടെ മൈലാഞ്ചി ദിവസം രാഹുലിൻ്റെ മരണവിഷയം അവളെ ചെവിയിലേക്ക് വീണു. ഇത് കേട്ട ജാനകി അവൻ്റെ മരണത്തിന് ഞാൻ കാരണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ ജീവിക്കേണ്ട ദിവസങ്ങൾ ദുഃഖത്തോടെ കഴിയുന്നു. മഹി എന്ന പയ്യനോടൊപ്പം ജാനകിയുടെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞ വൈകുന്നേരം മണവാളനോടൊപ്പം പോവാൻ റെഡിയാവുന്നു. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരിൽ വന്ന ലോറിയിൽ കാർ അടിച്ചു ജാനകി മഹി അവിടെ തന്നെ മരിക്കുന്നു. എന്നാൽ വിധിയുടെ തീരുമാനം വേറെയായിരുന്നു.